അമ്മ ഞാൻ ഫുട്ബോള് ഹെഡ് ബാലൻസ് ചെയ്യുവാ. ഓ ആദ്യം നീ ഒന്ന് ബാലൻസ് ചെയ്ത് നിക്ക്, എന്നിട്ടല്ലേ ബോൾ ബാലൻസ് ചെയ്യണത്. അമ്മ വേൾഡ് കപ്പ് നടക്കുമല്ലോ, എനിക്ക് നല്ലൊരു പ്ലെയർ ആകണം. കപ്പ എടുക്കണം. എന്നാ കുറച്ച് ബീഫ് എടുക്കട്ടെ, എന്താ കപ്പയും കൂട്ടി കഴിക്കാലോ. കപ്പ അടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, കപ്പ എടുക്കുന്ന കാര്യമാ പറഞ്ഞേ. എടാ കപ്പ എടുക്കാൻ പോകാതെ നീ പോയൊരു പെണ്ണ് കെട്ടടാ. പെണ്ണ് കെട്ടിയ കൊച്ചിനല്ലേ എടുക്കാൻ പറ്റുന്നത്? അതെങ്ങനെ കപ്പ ഏതാ വേൾഡ് കപ്പ് ഏതാന്ന് അറിയാത്ത അമ്മയോട് ഞാൻ എന്താ പറയാനാ? എപ്പോ നോക്കിയാലും പോയി പെണ്ണ് കെട്ട്. എന്റെ കുട്ടികളുടെ അമ്മമാരെ എപ്പോഴും ഇത് തന്നെ പറയുന്നത്, പോയി പെണ്ണ് കെട്ട് വെല്ലുവിളിയാ. പിന്നെ അല്ലാതെ പിന്നളിയാ. എന്നാ മോനെ നമുക്ക് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചൊന്ന് സംസാരിച്ചാലോ? അമ്മ ഞാനൊരു സ്ത്രീ വിരോധിയാണമ്മ. എന്റെ മനസ്സിൽ പെണ്ണുങ്ങളെ കുറിച്ചിട്ട് ഒരു ചിന്തയില്ല. നിന്റെ അമ്മയായ ഞാനൊരു സ്ത്രീ അല്ലേടാ? അമ്മ ഒഴികെ ഈ വീട്ടിൽ മറ്റൊരു പെണ്ണ് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നിങ്ങളുടെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളില്ലയോ, അവരിവിടെ അയൽക്കൂട്ടം എന്ന് പറഞ്ഞ് ഇവിടെ കേറുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എടാ ഇനി എനിക്ക് ഈ വീട്ടില് നിനക്ക് വെച്ച് വിളമ്പി തരാൻ പറ്റത്തില്ല. ശരി അമ്മ വെച്ചാ മതി, ഞാൻ വിളമ്പി തിന്നോ. ചോറ് വിശക്കുന്നു. റേഷനരി ആണോ അത്? അയ്യോ റേഷനരിയോ? ഒന്നാം തരം സുലേഖയുടെ അരിയാ. എന്ത് സുലേഖ അരിയോ? മനപൂർവ്വമാ ഒരു പെണ്ണിന്റെ പേരുള്ള അരി വെച്ച് ചോറ് വെച്ച് എനിക്ക് കൊണ്ട് തന്നേക്കാം. എന്റെ മനസ്സ് മാറ്റാം. എനിക്ക് ഈ ചോറ് വേണ്ട, ഞാൻ ഉറങ്ങാൻ പോവാ. എന്റെ മനസ്സിൽ ഈ പെണ്ണില്ല. ഇതെന്താണോ നമ്മുടെ പെണ്ണിനെ കെട്ടി വെച്ചിട്ട് എനിക്ക് ഞാൻ ഉറങ്ങാൻ പോവാ. ആരാരും കാണാ പിന്നെയും പൂവിടുമോ പൂഞ്ചില്ലെത്തും മേൽ ചാഞ്ചാടും അടിപൊളി അടിപൊളി. അമ്മ അമ്മ എന്താടാ അമ്മ വിളിച്ചു പോണേ? എന്താടാ അമ്മ ഇവിടെ ഒരു പെണ്ണ് വന്നല്ലോ. നിങ്ങൾ കണ്ടോ? കണ്ടല്ലോ. എന്നിട്ട് എന്ത് എനിക്കണു അമ്മ നിങ്ങളല്ല, വേറൊരു പെണ്ണ് ഇവിടെ വന്നു. ആര്? എവിടെയാടാ? ആരാടാ? അവിടെ അല്ലെന്ന് എന്റെ സ്വപ്നത്തിൽ വന്നെന്ന്. ഇവന്റെ സ്വപ്നത്തിലെങ്കിലും ഒരു പെണ്ണ് വന്നല്ലോ. ഈ സ്വപ്നത്തിൽ മാത്രമല്ല, എന്റെ ബ്രെയിൻസിൽ പോലും ഒരു പെണ്ണ് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞ സാധനം എന്റെ മോനുണ്ടോടാ? നിന്റെ ഈ ബോളിന്റെ അകത്തും നിന്റെ തലയിലും ആകെ ഉള്ളത് കുറച്ച് കാറ്റ് മാത്രം. ഞാൻ ഇത്ര ചൂടെടുത്തിട്ട് ഈ വീട്ടിലൊരു ഫാൻ ഇടാത്തതേ, ആ ഫാനിന് ഒരു പെണ്ണിന്റെ പേരായതോണ്ടാ. അതുകൊണ്ടാണ് ഞാൻ ചവിട്ടി കൂട്ടിയെടുത്ത് അയ്യത്ത് കളഞ്ഞത്. നിന്റെ ഈ സ്ത്രീവിരോധം കാരണം ഈ വീട്ടിൽ മല്ലിപ്പൊടി വെച്ച് ഒരു കറി വെക്കാൻ പറ്റണില്ല. മല്ലി ഒരു പെണ്ണിന്റെ പേരാന്ന് പറഞ്ഞു കെന്റിലിട്ടേക്കണു. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാൻ പോവാ. നിനക്ക് ഈ ഉറക്കം മാത്രമേ പറ്റത്തുള്ളൂ. എന്താ പറഞ്ഞാല് എന്റെ മനസ്സിൽ ഇനി ഒരു പെണ്ണിന് സാരമില്ല. എനിക്ക് ഫുട്ബോൾ മാത്രമാണ് എന്റെ ലോകം. ഞാൻ ഫുട്ബോൾ കാണാൻ പോവാ. അയ്യോ അമ്മ 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 ഒരു പെണ്ണെന്നെ തൊട്ടമ്മ. തൊട്ടല്ലോ? അമ്മ തൊട്ട നല്ല വന്ന സ്വപ്നത്തില് ഒരു പെണ്ണ് വന്ന് എന്നെ തൊട്ടമ്മ. ഇവനെ സ്വപ്നത്തിലെങ്കിലും ഒരുത്തി തൊടുന്നുണ്ടല്ലോ. സ്വപ്നത്തിലാണെങ്കിലും അവിടെ നല്ല സുന്ദരിയാ. സ്ത്രീവിരോധിയായ എന്റെ മോനെ ഏതവളാ ഈ സ്വപ്നത്തിൽ വന്ന് ഉപദ്രവിക്കും? എനിക്ക് അവളെ ഒന്ന് കാണാം. ഞാൻ കണ്ടട്ടെ. വിശക്കുന്നില്ലേ? ഇല്ല വിശക്കണില്ല. ഞാൻ കണ്ടട്ടെ കാണട്ടെ. മുമ്പേ കണ്ട സ്വപ്നത്തിൽ അതേ പെണ്ണ് തന്നെ പറഞ്ഞേ. അല്ലടാ
നീലേ നീല മഴയിൽ സ്കൂളിൽ എന്ത് മഴയാടാ മോനെ പെയ്തോണ്ടിരിക്കണേ. അമ്മ ആ. എനിക്ക് പെണ്ണ് കെട്ടണം. ശ്രീവിരോധിയായ നിനക്ക് പെണ്ണ് കെട്ടണോ? എന്റെ വിരോധമൊക്കെ മാറി. ആണോ? ആ. അപ്പൊ നിനക്ക് വലിയ പ്ലെയർ ആവണ്ടേ, ഫുട്ബോൾ പ്ലെയർ? ഫുട്ബോൾ പ്ലെയർ ഒക്കെ കല്യാണം കഴിക്കത്തില്ല ചേട്ടാ. ആ എനിക്ക് പെണ്ണ് കെട്ടണം. അമ്മ സ്വപ്നത്തിൽ കണ്ടില്ലേ, അതുപോലത്തെ ഒരു പെണ്ണിനെ എനിക്ക് കെട്ടണം. നിനക്ക് സ്വപ്നത്തിൽ കണ്ട പോലെ ഒരു പെണ്ണിനെ കെട്ടിച്ചേരാം. നീ അവളെ നന്നായിട്ട് നോക്കുവോ? നന്നായിട്ട് ഞാൻ നോക്കും. ഉറപ്പാണേ? ഉറപ്പാ. ഞാനൊന്ന് അവളെ വിളിക്കട്ടെ? അല്ല, സ്വപ്നത്തിൽ കണ്ട പെണ്ണിനെ എങ്ങനെ വിളിക്കുന്നേ? നിന്റെ ഈ സ്ത്രീവിരോധം കാരണേ ഞാൻ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നിനക്കൊരു പ്രാങ്ക് തന്നതാ. പ്രാങ്ക? അപ്പൊ ഇവിടെ ശരിക്കൊരു പെണ്ണുണ്ടോ? ഉണ്ട്. എന്നിട്ട് ഞാൻ വിളിക്കട്ടെ അവളെ? വിഷ്ണുപ്രിയേ മോളെ കേറി വാ. ഇവിടെ തന്നെയല്ലേ നീ സ്വപ്നം കണ്ടേ? ഇവിടെ തന്നെ. ആണോ? അമ്മ ഞാൻ ഇവിടെ കെട്ടിക്കോട്ടെ? കെട്ടിക്കോടാ, കെട്ടിക്കൊണ്ടുപോയി സുഖമായി ജീവിക്കടാ. അത്ര കുഴപ്പമില്ല സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഇതാണ് ഞങ്ങള് പറഞ്ഞ സർപ്രൈസ്. സ്കിറ്റില് മാത്രമല്ല, നിഖിലിന്റെ ലൈഫിലെയും പങ്കാളിയാണ് വിഷ്ണുപ്രിയ. എന്നാലും നീ ഞങ്ങളുടെ കയ്യിലൊക്കെ ഒളിച്ചു വെച്ച് കളന്നുള്ളടാ ഈ ബന്ധം. ഓർക്കുന്നുണ്ടോ? കൊറേ നാളുകൾക്ക് മുമ്പ് എനിക്ക് പെണ്ണില്ലാന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ ഓർമ്മ. ഓ ഇപ്പൊ പരാതി പറയില്ലേ? ഫ്ലോറിൽ കൊണ്ടുപോകുന്നില്ലേ? നിന്റെ പരാതി മാറി. 12 കൊല്ലായി പെണ്ണെണ്ണ വെച്ചോണ്ട് കിടക്കും. ഇപ്പോഴും കിഴങ്ങണക്കോടെ തിരിക്കണുണ്ട്. വേണമെങ്കിൽ ചക്ക വേറെ ഞാൻ തന്നെ എത്രയോ രാവ് തൊട്ടെന്നറിയോ? ആഴ്ച കൂടെ മാത്രം. നിഖിലേ, നിങ്ങൾ ആരാ ആദ്യം പ്രപ്പോസ് ചെയ്തേ? അങ്ങനെ ശരിക്കും പറയോ? വിഷ്ണുപ്രിയ പറയട്ടെ, അതാണ് എനിക്ക് കേൾക്കേണ്ടത്. ഇവരുടെ ഒരു ട്രസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പില്. അപ്പോൾ അതുവഴി പരിചയപ്പെട്ടതാ. അപ്പോൾ അങ്ങനെ മെസ്സേജ് അയച്ചു, ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തു. എന്താ പറഞ്ഞേ? ഇഷ്ടമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. വിഷ്ണുപ്രിയക്ക് നിഖിലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഹേർട്ട് ചെയ്താൽ പോലും ഭയങ്കരമായിട്ട് അവർ ക്ഷമിച്ച് ആ റിലേഷൻ എന്താണോ അതങ്ങ് കണ്ടിന്യൂ ചെയ്യും. ദേഷ്യമില്ല. പക്ഷെ ഭയങ്കര സുന്ദരിയാട്ടോ. സത്യം പറഞ്ഞ നിങ്ങളുടെ സ്കിറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ല. വിഷ്ണുപ്രിയ വരോ, നമ്മള് ഭയങ്കര ക്യൂട്ടാണ്. നമ്മൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. സോറിയടാ, ഇപ്രാവശ്യം നമ്മൾ തിരിച്ച് നിഖില് പറഞ്ഞ ഒരു ക്വാളിറ്റി ആളുടെ. അത് പ്രപ്പോസ് ചെയ്തപ്പോ തന്നെ തിരിച്ച് ഇഷ്ടമെന്ന് പറഞ്ഞു. അല്ല, ക്വാളിറ്റി എന്ന് പറഞ്ഞാലേ എൻ്റെ ആളെന്നെ ഇഷ്ടപ്പെട്ടത് എൻ്റെ പോസിറ്റീവ് ആണല്ല, എൻ്റെ കംപ്ലീറ്റ് നെഗറ്റീവും കേട്ടിട്ടാ വന്നത്. കാരണം എന്നോട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ എൻ്റെ അടുത്ത് ഓരോ പെൺകുട്ടിയുടെയും പേര് പറയും. ഇന്ന ആളെ നിങ്ങൾ പ്രേമിച്ചാണോ, ഇന്ന ആളെ നിങ്ങൾ പ്രേമിച്ചാണോ, ഇന്ന ആളെ പ്രേമിച്ചാണോ. അപ്പൊ ഞാൻ പറഞ്ഞു ആണ്. ഇവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യും? അവരൊക്കെ തേച്ചിട്ട് പോയി. ആര് തേച്ചിട്ട് പോയി? അവര് തേച്ചിട്ട് പോയി. അങ്ങനെ അപ്പോൾ എന്നെ കുറിച്ചിട്ട് കുറെ കേൾക്കേണ്ടത് കേൾക്കാത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു 3.5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ഇഷ്ടം പറഞ്ഞു പോയി. റീപ്ലൈ കേൾക്കാൻ ഞാൻ നിന്നില്ല. അടുത്ത ആളെ തേടിപ്പോയി. അതാണ് അമ്മ. എന്നിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ വെറുതെ ഒരു ഹായ് വീണ്ടും ഇട്ടപ്പോഴാണ് പറയുന്നത് ഞാൻ 3.5 വർഷമായിട്ട് കാത്തിരിക്കുന്നു. ആണോ? നമുക്ക് ഇഷ്ടം പോലെ പ്രപ്പോസൽസ് നമുക്ക് കിട്ടുമായിരുന്നു അല്ലേ? എന്നിട്ടും ആ കാത്തിരിക്കാനുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സിന് കൊടുക്കണം കയ്യടി. അല്ലടാ, ഈ 3.5 വർഷം കാത്തിരിക്കാനേ ആളുടെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടാക്ട് ഒന്നുമില്ല. എന്നാലും 3.5 വർഷം എങ്ങനെ? ഞാന് എന്തെങ്കിലും പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പോവും, അപ്പൊ എന്നെ ബ്ലോക്ക് ചെയ്യും. ഇവ എന്തോന്നിത്? ഞാൻ ബ്ലോക്ക് ചെയ്ത് വേറെ കൊണ്ടല്ല, ഞാൻ ഇത്രയും നമ്മൾ വേറെ ലവ് തേടിപ്പോയല്ലോ. ആ ലവ് തേടിപ്പോയത് ആ പെണ്ണുങ്ങളെ നിങ്ങൾ വഞ്ചിച്ചില്ലേന്ന് പറഞ്ഞോണ്ടാ ചോദിച്ചോണ്ട് വന്നേ. അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടാവാതിരിക്കാനെ കൊണ്ട് അങ്ങനെയല്ല, ഇടയ്ക്ക് ഒരു ബ്രേക്കപ്പ് വന്നു. അപ്പൊ ആ ബ്രേക്കപ്പ് ആ റിലേഷനിലെ ആള് ഭയങ്കര സീരിയസ് ആയിരുന്നു. മാരേജ് ആ ഒരു ഇതൊക്കെ ഫിക്സ് ചെയ്ത് വന്നതാ. അന്നേരമാണ് ബ്രേക്കപ്പ് വന്നത്. അപ്പൊ പിന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് നിൽക്കുവാന്ന് അറിഞ്ഞു. അപ്പൊ അറിഞ്ഞപ്പോ സമാധാനിക്കാൻ പോയതാ. അത് വിചാരിച്ചു ഞാൻ കുറ്റപ്പെടുത്താൻ 3.5 കൊല്ലം കുഞ്ഞിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ക്ഷമയ്ക്ക് വേണ്ടിട്ട് ഒരു കുമ്മ കൊടുത്തേ. കൊടുക്ക്. 3.5 കൊല്ലം ആ കൊച്ചിനെ നീ വെയിറ്റ് ചെയ്യിപ്പിച്ചു.
അടിക്കും. ഇല്ലല്ലോ. അത് കുഴപ്പമില്ല മോനെ. നിന്റെ മനസ്സ് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാം. എടാ, കുഴപ്പമില്ല. കൊടുക്ക്. Flying kiss അല്ല, എല്ലാം കൊടുക്കണം. അങ്ങനെയല്ല. ആ, നെറ്റി കൊടുക്കേ. ക്ഷമിച്ചിരിക്കുന്ന കേട്ടോ, ഇനി നിങ്ങൾ ഒരു പ്രശ്നമല്ല. മൂന്നര കൊല്ലം അവനൊരു അബദ്ധം പറ്റി, അവൻ ഇപ്പൊ നന്നായി. ഇനി എന്റെ കുട്ടിയെങ്കിൽ എന്നാണ് ഫ്ലോറിൽ ഒരു കൊച്ചിന് ഉമ്മ കൊടുക്കുന്നത് അതുകൂടെ കണ്ടിട്ട് വേണം. അയ്യോ, ടീച്ചർ കൊണ്ട് കാല് മുറിച്ച് ചിച്ചാവണ്ട. നമ്മളിവിടെ നിഖിലിന്റെ ക്വാളിറ്റി ചോദിച്ചു, വിഷ്ണുപ്രിയയുടെ ക്വാളിറ്റിയും ചോദിച്ചു. പക്ഷെ ഇവര് പരിചയപ്പെട്ട ഒരു ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു. ആ ഗ്രൂപ്പിന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താണെന്നറിയോ? നീലിമ ചേച്ചിയാണ് അതിന്റെ സെക്രട്ടറി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സ്കിറ്റിന്റെ ലാസ്റ്റിലത്തെ ഡയലോഗ് ശരിക്കും നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റോറി തന്നെയാണ്. അല്ല, അതിനകത്ത് കാരണമുണ്ട്. ഞാൻ മുമ്പേ കുറെ ലവ് എന്ന് പറഞ്ഞില്ലേ, അതിനെല്ലാം വന്ന് എന്നെ വിളിച്ച് ചീത്ത വിളിക്കുന്നത്. അല്ല, അവരൊക്കെ ഓരോ ഇത് ഫെയിലിയർ ആവുമ്പോ വന്നിട്ട് എന്നോട് കംപ്ലൈന്റ് പറയും. അപ്പൊ ആ കംപ്ലൈന്റ് സെക്രട്ടറി എന്ന നിലയിൽ അത് കേൾക്കണം, അവരെ ആശ്വസിപ്പിക്കണം. അപ്പൊ എനിക്ക് ഇവനോടൊരു അമ്മ മകൻ സ്നേഹമാണ്. അപ്പൊ ഇവൻ അവസാനം ഇവളെ പ്രപ്പോസ് ചെയ്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് അവന് വേറൊരാളെയും കൂടെ ഇഷ്ടമുണ്ട്. ചോയ്സിങ് ടൈമാ. അപ്പൊ അന്നേരം ഇവൻ എന്നോട് പറയാണ്, രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാ. അപ്പൊ എന്നോട് ഇങ്ങനെ ബെറ്റർ ഏതാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായതാ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവൻ അവളെ കൂടുതൽ കൺവിൻസ് ആക്കി. അതായത് അവളുടെ കുറച്ച് നല്ല ക്വാളിറ്റീസ് ആണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ മറ്റേ കുട്ടിയുടെ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്ത ആളാണ് കൂടുതലായിട്ട്. അപ്പൊ അങ്ങനെ ഗ്രൂപ്പിലെ കാസനോവ ആയിരുന്നു. തീർച്ചയായിട്ടും ഈ കാസിനോവ ഒരെണ്ണത്തിനും കൊണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ചോദിക്കുവാണ്, അതെന്തോ ഗ്രൂപ്പായിരുന്നു? ആ ഗ്രൂപ്പ് ചേച്ചി ആക്ച്വലി നിഖിലിന് ലൈൻ സെറ്റ് ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പ് പോലെ ഫീൽ ചെയ്യും. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞങ്ങള് പൊക്കം കുറഞ്ഞവർക്ക് മാത്രം, കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള പൊക്കം കുറഞ്ഞവരുടെ മാത്രം സംഘടനയാണ് ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ്. അതെ. ഞങ്ങളുടെ ട്രസ്റ്റിന് ഇങ്ങനത്തെ പരിപാടി ഇല്ല. ഇതിന്റെ അകത്തുള്ളവരുടെ പക്ഷേ ഈ ട്രസ്റ്റിലെ ഏറ്റവും വലിയ ട്രസ്റ്റ് വർത്തിയായിട്ട് രണ്ടാൾക്കാർ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. അത് ഓക്കെയാണ് കേട്ടോ. ആ ട്രസ്റ്റ് ബ്രേക്ക് ആവാതിരിക്കട്ടെ. അതെ. സൂപ്പർ. ഒരു കാര്യം കൂടെ അത് ഞാൻ പറയാം. ഇവരുടെ മാരേജ് ഡേറ്റ് റിവീൽ ചെയ്യാണ് ഒക്ടോബർ 24. ഒക്ടോബർ 25 ഞങ്ങളുടെ വേൾഡ് ഡാർഫിസം ഡേ, പൊക്കം കുറഞ്ഞവരുടെ ദിവസം. അപ്പൊ 24 ഇവരുടെ കല്യാണം കഴിഞ്ഞ് 25 ഞങ്ങള് ഡാർഫിസം ഡേ ആഘോഷിക്കും. ഞങ്ങളും വരും. അതെ, സൂപ്പർ. അപ്പൊ എന്തായാലും നിഖിൽ ഹാപ്പി ആയി. ഒരിക്കൽ ഈ ഫ്ലോറിൽ നിന്ന് പറഞ്ഞൊരു കാര്യം തിരിച്ച് ഈ ഫ്ലോറിൽ വന്ന് സാധിച്ചിരിക്കുകയാണ്. അടിപൊളി. സോ ഹാപ്പി ഫോർ യു നിഖിൽ ആൻഡ് വിഷ്ണുപ്രിയ. നല്ല രസമുണ്ടായിരുന്നു രണ്ടുപേരുടെയും. നിങ്ങൾ 3 പേരും നന്നായിട്ട് അഭിനയിച്ചു. ആ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഗംഭീരായിരുന്നു. ഞാൻ ടോട്ടലി മെസ്മറൈസ്ഡ് ആണ് വിഷ്ണുപ്രിയനെ കണ്ടിട്ട്. നിഖിൽ ഭയങ്കര നോട്ടി ബോയ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. അത് ചേച്ചി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിഖിൽ ഇനി നല്ലൊരു ലൈഫ് കിട്ടിയിട്ടുണ്ട്. എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക ലൈഫ്. അതെ, ഓക്കെ, സൂപ്പർ. ലവ് ഇങ്ങനെ തന്നെ എപ്പോഴും സ്നേഹിച്ചോണ്ടിരിക്കുക. ഇനിയേ വേറെ എവിടെയും പോവരുത് ചേച്ചി. ഇത് ഈ വേദിയിൽ തന്നെ വന്ന് പറയണേ ഇവൻ എന്തെങ്കിലും ചെയ്താൽ കേട്ടോ. മലയാളികൾ അറിയട്ടെ. ആദ്യം അവന്റെ വാട്സപ്പ് പറഞ്ഞു പൊട്ടിക്കണം. അതെ, ഓപ്പറേഷൻ തൂഫാൻ നമുക്ക് നിഖിലിന്റെ കാര്യത്തിൽ വേണ്ടി വരും. സൂപ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ബാറ്ററി നോക്കിയാലോ? കണ്ടാടാ നിഖിൽ വന്ന അഭിനയ ഐശ്വര്യം വന്ന് കയറിയപ്പോ കണ്ടാടാ. 250 അല്ലല്ലോ അല്ലേ? അടുത്ത സ്കിറ്റിൽ വിളിക്കുന്നത് കണ്ടോ? അപ്പൊ ചേച്ചി 25,000 rupees ആണ് നേടിയിരിക്കുന്നത്. എന്താ സന്തോഷായി. ഇനിയും വരണം, പെർഫോം ചെയ്യണം, അടിപൊളിയാക്കണം. ഓക്കെ.